ഹായ്, ഞാൻ ഡോക്ടർ സുസുജ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റാണ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും ധാരാളമായി കാണുന്ന ബിനൈൻ ട്യൂമേഴ്സായ യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ടോക്ക്. കൂടുതലായിട്ടും സിംറ്റംസിലാണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സുമായിട്ട് പേഷ്യൻസ് വരുന്നത്. മെൻസ്ട്രേഷൻ്റെ സമയത്തുണ്ടാകുന്ന അതികഠിനമായ വേദന, ബ്ലീഡിങ് കൂടുതലായി കാണപ്പെടുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ്സിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നത്. ബട്ട് ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഒരു റുട്ടീൻ ഇവാലുവേഷൻ്റെ ഭാഗമായി ഒരു അൾട്രാസൗണ്ട് അനിവാര്യമായി വരികയും അതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീ ഫൈബ്രോയിഡ് ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് വെളിവാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഫൈബ്രോയിഡിന് കറക്ഷൻ എടുക്കണോ, എന്നിട്ടാണോ പ്രഗ്നൻസി അറ്റൈൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചില ഘടകങ്ങൾ വെച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർക്ക് ഫൈബ്രോയിഡിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്ര നാളായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഹിസ്റ്ററി തന്നെയാണ്. അത്തരത്തിൽ സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് ആണ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ആ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷനെങ്കിൽ അതിന് സർജറി വേണ്ടി വന്നേക്കാം. ബട്ട് ഒരു ഫെർട്ടിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫൈബ്രോയിഡിൻ്റെ അൾട്രാസൗണ്ട് ഫൈൻഡിങ്സ്, അതായത് സ്കാൻ ചെയ്യുമ്പം ഫൈബ്രോയിഡിൻ്റെ സൈസ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ യൂട്രസിൻ്റെ ഉൾഭിത്തിയിലോട്ട് എത്രത്തോളം എൻക്രോച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്യൂബോ ഓവേറിയൻ അനാറ്റമിയെ എത്രത്തോളം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഈ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു സർജറി വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. കൂടുതൽ നമ്പർ ഓഫ് ഫൈബ്രോയിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂട്രസിൻ്റെ മസിൽ ഡിഫ്യൂസായി കട്ടിവെക്കുന്ന അഡിനോമയോസിസ് എന്നുള്ളൊരു അസുഖത്തിനെ പറ്റിയും സസ്പീഷൻ ഉണ്ട്. അങ്ങനെ കോംപ്ലക്സിറ്റീസ് നിറഞ്ഞ ഒരു ഇവാലുവേഷനിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ MRI എന്നുള്ളൊരു ഇമേജിംഗ് മൊഡാലിറ്റി നമ്മുടെ ഡയഗ്നോസിസിനെ കുറച്ചുകൂടി എളുപ്പമാക്കും. അപ്പം ഈ അൾട്രാസൗണ്ട് കൊണ്ട് ഒരു ഡയഗ്നോസിസ് എത്തിയിട്ടില്ലെങ്കിൽ MRIയും നമുക്കതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഫെർട്ടിലിറ്റി നീഡിന് വേണ്ടിയാണ് പേഷ്യൻ്റ് ഈ ഒരു ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാവിറ്റിയിലോട്ട് നിറഞ്ഞു നിൽക്കുന്നതോ ക്യാവിറ്റീനെ എന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ഫൈബ്രോയിഡോ, മസിലിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഇൻട്രാമ്യൂറൽ പോലത്തെ ഫൈബ്രോയിഡ്സ് സൈസ് കൂടുതലായിട്ടാണ് നിൽക്കുന്നതെങ്കിലോ അതിനൊരു കറക്ഷൻ എടുത്തതിന് ശേഷം പ്രഗ്നൻസിയിലോട്ട് മാറുന്നതായിരിക്കും ആ ഒരു പ്രഗ്നൻസി പീരീഡിലും റിസ്കുകൾ കുറഞ്ഞിരിക്കാൻ ഏറ്റവും അഭികാമ്യം. നമുക്ക് നൂതന ചികിത്സാ വിധിയായിട്ടുള്ള ഇഞ്ചക്ഷൻ മരുന്നുകൾ, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ പോലത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ഫൈബ്രോയിഡ് ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണെങ്കിലും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുക്കുമ്പോൾ ഓവറിയുടെ എഗ് നമ്പേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനാൽ ഫെർട്ടിലിറ്റി നീഡിന് വേണ്ടി ഉള്ളൊരു ഫൈബ്രോയിഡ് കറക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കുകയില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് പ്രഗ്നൻസീസ് വന്ന് അത് പിടിക്കാതെ പോകുന്നൊരവസ്ഥ, റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്, അല്ലെങ്കിൽ IVF പോലത്തെ ഹയർ എൻഡ് ട്രീറ്റ്മെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനാണ് ഇത്തരത്തിലുള്ള ഒരു ഫൈബ്രോയിഡ് ഉള്ളതെങ്കിൽ അത് കൃത്യമായി എത്രത്തോളം അവരുടെ ക്യാവിറ്റിക്കുള്ള എൻക്രോച്ച്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതിനുള്ള ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം പ്രഗ്നൻസി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സർജിക്കൽ കറക്ഷൻ എടുത്തിട്ടുള്ള ഫൈബ്രോയിഡിനാണെങ്കിൽ യൂട്രസിൻ്റെ മസിൽ ലെയർ കൃത്യമായി ഹീൽ ചെയ്യാനുള്ളൊരു ടൈം, ഇപ്പോൾ ക്യാവിറ്റിയൊക്കെ തുറന്നുള്ളൊരു സർജറി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും ഒരു ഹീലിംഗ് ടൈം കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മളൊരു പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് ഇത്തരത്തിൽ കപ്പിൾസിന് അഡ്വൈസ് ചെയ്യുന്നത്.